ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ പ്രോജക്റ്റുകളുള്ള സംസ്ഥാനമാക്കി നമ്മൾ മാറ്റും. എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം തേടി, തൊഴിൽ തേടി ലക്ഷങ്ങൾ അവർ വിദേശത്തേക്ക് പോകുന്നതിന് കുറവ് വരുത്തും. അവരവരുടെ മാതാപിതാക്കളോടൊപ്പം കേരളത്തിൽ നിന്ന് നന്നായി പഠിച്ച് നല്ല ജോലി കിട്ടുന്നതിനുള്ള അവസരം. ഇവിടെ ഒരു മോൻ ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞു, പഠിപ്പിക്കാൻ വന്നു. മനസ്സിലായി? ആരെങ്കിലും പേടിപ്പിക്കാനോ വരട്ടാനോ വന്നാ പറഞ്ഞു. ഞാൻ ആ മോനോട് വിളിച്ച് പറയുന്നു പറഞ്ഞു, തിരിച്ചു പേടിപ്പിച്ചു. എടാ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് നേരെ കയറി വന്നു. ഇതാവണമടാ മുഖ്യമന്ത്രി, ഇങ്ങനെയാവണമടാ മുഖ്യമന്ത്രി. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കാണാനായിട്ട് കേരളക്കര ഒന്നാകെ കാത്തിരുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുള്ള, ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ ഇ.കെ. നായനാർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്, ഇപ്പൊ വേണ്ട ഈ പറയുന്ന വി.ഡി. സതീശൻ സാറ്. എന്താ പറയുക, ജനങ്ങളെ ചേർത്ത് പിടിക്കുക, അമ്മമാരെയും അതോടൊപ്പം തന്നെ സഹോദരങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുക, കുട്ടികളെ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് ഒരു ജനകീയ മുഖ്യമന്ത്രിയായി മാറുന്നത്. അത് ഇപ്പോൾ ഈ വി.ഡി. സതീശൻ ഏതാണ്ട് തെളിയിച്ചിരിക്കുകയാണ് മക്കളെ. എന്തായാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും എനിക്ക് സംസാരിക്കാനുണ്ട്. ഇന്നലെ പറവൂരിൽ വെച്ച് ഈ പറയുന്ന വി.ഡി. സതീശൻ സാറിന്, നമ്മുടെ മുഖ്യന് ഒരു സ്വീകരണം കൊടുത്തിരുന്നു. അതിൽ ലാലേട്ടൻ വന്ന് കുറച്ച് കാര്യങ്ങളും പറഞ്ഞിരുന്നു. അത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ കുറെ പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബർ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മുഖ്യൻ ആ അമ്മച്ചിയെ ചേർത്ത് പിടിച്ചത് എന്തിനാണെന്നുള്ളതും ആ അമ്മച്ചിയോട് എന്താണ് പറഞ്ഞത് എന്നുള്ളതും നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. ആളുകളാണ് മണികണ്ഠേശ്വരം മൊത്തം. എനിക്ക് പലതരത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത്. ഒന്നും വേണ്ട, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലുള്ളവരൊക്കെ സഹായിക്കും. പിന്നെ ഞാൻ മോനെ കാണാമെന്നുണ്ട്. ഞാൻ അവരോട് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു, ആരെങ്കിലും പേടിപ്പിക്കാൻ വേറെ മോനെ വിളിപ്പിക്കുന്നെന്ന് പറഞ്ഞു. എന്റെ പേര് സരസ്വതി. ഇവിടെ ഒരു മോൻ ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞു, പഠിപ്പിക്കാൻ വന്നു. മനസ്സിലായി? ആരെങ്കിലും പേടിപ്പിക്കാനോ വരട്ടാനോ വന്നാ പറഞ്ഞു. ഞാൻ ആ മോനോട് വിളിച്ച് പറയുന്നു പറഞ്ഞു, തിരിച്ചു പേടിപ്പിച്ചു. എടാ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് നേരെ കയറി വന്നു. ധൈര്യമായിട്ടിരുന്നു കേട്ടാ, എന്തെങ്കിലും പറഞ്ഞാൽ. ഇങ്ങോട്ടിങ്ങനെ കയറി വന്നു എന്നാണ് അമ്മയോട് ഈ പറയുന്ന നമ്മുടെ മുഖ്യം പറയുന്നത്. അത് മാത്രവുമല്ല, വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇവിടെ ഒരു മകൻ ഇരിപ്പുണ്ടെന്ന് അവരോട് പറയാൻ, അതായത് ഈ പറയുന്ന അമ്മയെ ബുദ്ധിമുട്ടിക്കുന്ന അവരോട് പറയാൻ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെയുണ്ട്? ഇതുപോലെ എത്ര അമ്മമാരെ ചേർത്ത് പിടിക്കുന്നു. അതാണ്, ഇങ്ങനെ വേണം. അല്ലാതെ വരുമ്പോഴേ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇഷ്ടത്തിന് പകരം അവരുടെ എന്താ പറയുക, അവരുടെ ദേഷ്യം ഏറ്റുവാങ്ങുകയല്ല മുഖ്യന്മാർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയമാണ്. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയമായിട്ടൊന്നുമില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായി ഇപ്പൊ ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. ആദ്യത്തെ അതിജീവിത എന്ന് പറയുന്ന, പരാതിക്കാരി, ഞാൻ അതിജീവിതയൊന്നും വിളിക്കത്തില്ല, പരാതിക്കാരി മതി, അത്ര ബിൽഡപ്പ് ഒക്കെ മതി. ആ പുള്ളിക്കാരി ഇപ്പോ പിന്നെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായിട്ട് ഇപ്പോ ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഒരു വക്കീലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ വന്നത്, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തില് ഒരു കല്യാണത്തിന് പോയിരുന്നു. അതായത് അനിൽകുമാറിന്റെ, നമ്മുടെ മന്ത്രി അനിൽകുമാറിന്റെ കല്യാണമല്ല, അനിൽകുമാറിന്റെ മകന്റെ കല്യാണത്തിന് പോയിരുന്നു ഗുരുവായൂർ. അവിടെ ചെന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങോട്ട് അടുത്ത് വിളിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അത് മാത്രവുമല്ല, കുറെ ആൾക്കാര് ആദ്യം അതൊന്ന് കണ്ടു നോക്ക്. കണ്ടല്ലോ, ഇവിടെ പിഷാരടി ഉണ്ട്, അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ജനങ്ങളുടെ ഹൃദയത്തിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. അതുതന്നെ ഞാൻ ഈ സൈഡിൽ വീഡിയോകൾ കൊടുക്കാം. അവിടെ നിന്നപ്പോൾ എത്ര സ്ത്രീകളും എത്ര കുട്ടികളും എത്ര മുതിർന്നവരുമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് എത്തുന്നതെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ഈ സൈഡിൽ കൂടെ കാണുന്നുണ്ടാവും. അത്രയ്ക്കൊരു ജനകീയനായിട്ടുള്ള ഒരു നേതാവിനെയാണ് അവർക്ക് ഈ പ്രാവശ്യം മന്ത്രിയാകാനോ അല്ലെങ്കിൽ MLA ആയി കിട്ടാനോ പറ്റാതെ പോയത് എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. ഇത് ഗുരുവായൂർ വെച്ചാണ് ഈ ഒരു സംഭവം ഈ കല്യാണം നടക്കുന്നത്.
ഓക്കെ, ഇതന്നെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം മാത്രമാണ് എടുത്ത് എന്താ ചെയ്ത് പബ്ലിസിറ്റി ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം അതിജീവിതമാരെന്ന് പറയുന്ന ആരുടെയും ഫോട്ടോയോ ഒന്നും പബ്ലിസിറ്റി ചെയ്യത്തില്ല. കാരണം അതെന്ത് ഒരു നിയമമാണെന്ന് എനിക്ക് ഇന്ന് വരെ അത് പിടുത്തം കിട്ടിയിട്ടില്ല. എന്തായാലും അതിനെതിരെ ഒരു 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 സ്ത്രീ നമ്മൾ തമ്മിൽ എന്നുള്ള ഒരു പ്രോഗ്രാമിൽ സംസാരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അതൊന്ന് കണ്ടു നോക്ക്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, എന്നെ 10 പ്രാവശ്യം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ന്യൂസ് കാണാം, എന്നെ 10 പ്രാവശ്യം പീഡിപ്പിച്ചു. എനിക്കൊരു മകളാണുള്ളത്. അപ്പൊ അവൾ എന്നോട്, എന്റെ മോൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാം, ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ അത് ചോദിച്ചു തുടങ്ങി. ഇത് കാണിക്കുന്നത് അയാളുടെ ഫോട്ടോസ് ഫുള്ള് TV വരിക, പക്ഷെ ഈ പെണ്ണിന്റെ ഫോട്ടോ എവിടെ വരുന്നില്ല. സ്ത്രീയുടെ പടം വരുന്നില്ല, പുരുഷന്റെ പടം വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പുരുഷന്റെ പടം വന്നു കഴിഞ്ഞാലും അയാൾക്ക് കാര്യമായി ഒന്നും നഷ്ടപ്പെടുന്നില്ല. അതെങ്ങനെ പറയും? ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ചേട്ടന്റെ പേര് വെറുതെ ഒരു കംപ്ലൈന്റ് കൊടുക്കുക, ചേട്ടൻ എന്നെ പീഡിപ്പിച്ചു എന്ന്. ചേട്ടന്റെ ഫോട്ടോ ലോകം മൊത്തം കാണുന്നു. ചേട്ടന്റെ ഫാമിലി, ചേട്ടന്റെ സമൂഹം, ചേട്ടൻ ജീവിക്കുന്ന ജോലി സ്ഥലത്ത്, ചേട്ടന്റെ മക്കൾ, അവർക്ക് എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കും. പിന്നെ നാളെ കേസ് തെളിയുമ്പോഴേ ഞാൻ കള്ള കേസ് കൊടുത്തെന്നറിയുന്നത്. പക്ഷെ അതുവരെ നിങ്ങൾ അനുഭവിക്കുന്ന ട്രോമ, ഭയങ്കര ട്രോമ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ റേപ്പ് കേസസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ചെയ്യപ്പെട്ട വ്യക്തിയും ചെയ്ത വ്യക്തിയും അവർ രണ്ടുപേരുടെ ഒന്നെങ്കിൽ ഒരുപോലെ അവർ രണ്ടുപേരുടെ ഫേസ് കാണിക്കണം, അതല്ലെങ്കിൽ രണ്ടുപേരും കേസ് തെളിയുന്നവരെ കാണിക്കണം. ആ ചേച്ചിക്കുള്ള ബുദ്ധി പോലും ആ ഇരിക്കുന്ന മൊണ്ണാണനില്ല. എന്താടാ, ആണുങ്ങൾക്ക് എന്തോ കുഴപ്പമില്ലേ? ആണുങ്ങളുടെ പേരിൽ എന്ത് വൃത്തികേടും കാണിക്കാവോ? ഒരുത്തി വന്നിട്ട് കള്ളക്കേസ് കൊടുത്താല് അതെന്താ അംഗീകരിച്ചു കൊടുക്കണോ? ഇപ്പോ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അത് തന്നെയാണ്. അതായത് അവർ തമ്മിൽ പരസ്പരം ചെയ്ത കാര്യങ്ങൾ, അവർ ഇഷ്ടത്തോടു കൂടി ചെയ്ത കാര്യങ്ങൾ എന്നിട്ട് വന്നിട്ട് പറയുകയാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അത് 1, 2, 3, 4, 10 ഇട് വരെ പീഡിപ്പിക്കാൻ പറ്റൂ അവരുടെ അനുവാദമില്ലാതെ? ഇതാണ് ആ ചേച്ചി പറയുന്നത്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അല്ലാതെ അവിടെ ഇരുന്ന ആ കളവൻ പറഞ്ഞ പോലെ ആണോ? അങ്ങനെ എന്ത് കാര്യമോ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ആ ചേച്ചി പറഞ്ഞ കാര്യത്തോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരെ നമ്മുടെ VD സതീശൻ സാറിന്റെ പ്രസംഗത്തിലേക്ക് പോകാം. അതൊന്ന് കേട്ടു നോക്കിയ മക്കളെ, രോമാഞ്ചം വരും, രോമാഞ്ചം. പരാജയപ്പെട്ട സ്ഥലത്ത് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തിയ ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷമായിരുന്നു ഞങ്ങളുടേതെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അടിസ്ഥാന വികസന രംഗത്ത് സ്വപ്ന പദ്ധതികൾ നടപ്പാക്കാൻ കേരളത്തെ മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുന്ന ഏറ്റവും സ്വപ്നതുല്യമായ ഒരു പദ്ധതി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ പ്രോജക്റ്റുകളുള്ള സംസ്ഥാനമാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാനുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. അതിനെല്ലാം നമ്മൾ ശക്തമായ ടീം ബിൽഡ് ചെയ്ത് ഏറ്റവും വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി കൊണ്ടുവരണം. നമ്മുടെ നാട്ടിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുകയാണ്. കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ്. അവരെ ഇവിടെ നമുക്ക് നിർത്തണം. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നല്ല ജോലി കൊടുക്കണം, അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്യണം, അവരെ ചേർത്തു പിടിക്കണം. എനിക്ക് വലിയ സന്തോഷം പറയാനുണ്ട്. ആദ്യത്തെ ക്യാബിനറ്റിൽ എടുത്ത തീരുമാനം ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് മുതിർന്ന പൗരന്മാർക്ക് ഒരു വകുപ്പുണ്ടാക്കിയ മുതിർന്ന പൗരന്മാർ. ഞാനത് പറഞ്ഞത് ഒരു സൊസൈറ്റി, ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് ആ സൊസൈറ്റി, ആ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് കണക്കാക്കിയ നമ്മൾ പറയും ഈ കാലഘട്ടം ഒരു പിരീഡാണ്. ജനങ്ങൾ നൽകിയിരിക്കുന്ന അംഗീകാരം അവർ അവസാനിക്കുമ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള ജനങ്ങൾ പറയണം കേരള സൊസൈറ്റി ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. അവരവരുടെ മുതിർന്ന പൗരന്മാരോട് ഏറ്റവും ഭംഗിയായി പെരുമാറുന്ന ഒരു സൊസൈറ്റിയാണ്. നമ്മുടെ മുൻഗണനയിൽ ഈ നാട്ടിലെ മുതിർന്ന പൗരന്മാരുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളെ ചേർത്ത് നിർത്തണം. വരാനിരിക്കുന്ന തലമുറയോട്, മക്കളോട്, കൊച്ചുമക്കളോട് നീതി പുലർത്താൻ കഴിയണം. കേരളം സെക്യുലറായി നിലനിൽക്കണം, മതസൗഹാർദ്ദം നിലനിൽക്കണം. എല്ലാം നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് പാശ്ചാത്യ നാടുകളിലെ മതേതരത്വമല്ല, അത് റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതനിരാസമാണ്. ഇവിടെ അതല്ല, ഇവിടെ ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്. മതങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ്. എല്ലാവരെയും സഹോദര മതത്തിൽപ്പെട്ട ആളുകൾക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അവരുടെ മുമ്പിൽ പോയി നിന്ന് അവരെ സംരക്ഷിക്കുന്ന മതേതരത്വമാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു കോംപ്രമൈസും ഇല്ല. ആരും വർഗീയത പറയരുത് എന്നുള്ള ശക്തമായ നിലപാട്. എന്തായാലും നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നല്ല ദീർഘവീക്ഷണത്തോടു കൂടിയല്ലേ അദ്ദേഹം സംസാരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ വേറൊരു പ്രസംഗം കൂടെ നിങ്ങൾ കേട്ടു നോക്കുക. ഈ പ്രസംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറവൂരിൽ സ്വന്തം നാട്ടിൽ വെച്ച് ഉള്ള ഒരു പ്രസംഗമാണ്. അത് കേട്ടോ. നമ്മുടെ ഈ മനോഹരമായ അറബിക്കടൽ, ഞാൻ പറഞ്ഞു നേരത്തെ, അദ്ദേഹം സിംഗപ്പൂരിനെ കുറിച്ചാണ് പറഞ്ഞത്. സിംഗപ്പൂരിന്റെ പ്രത്യേകത എന്താ? അതൊരു തുറമുഖ നഗരമാണ്. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള കൃത്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ നിൽക്കുന്നത്. 2 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലും 17 മിനി പോർട്ടുകളും 600 കിലോമീറ്റർ അറബിക്കടലുമുള്ള ഈ കേരളത്തെ നമ്മളൊരു തുറമുഖ നഗരമാക്കി മാറ്റും. തുടങ്ങും ഇപ്പോൾ തന്നെ. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള കേരളം
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ പ്രോജക്റ്റുകളുള്ള സംസ്ഥാനമാക്കി നമ്മൾ മാറ്റും. എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം തേടി, തൊഴിൽ തേടി ലക്ഷങ്ങൾ അവർ വിദേശത്തേക്ക് പോകുന്നതിന് കുറവ് വരുത്തും. അവരവരുടെ മാതാപിതാക്കളോടൊപ്പം കേരളത്തിൽ നിന്ന് നന്നായി പഠിച്ച് നല്ല ജോലി കിട്ടുന്നതിനുള്ള അവസരം നമ്മൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കും. ഞാൻ ദീർഘമായി പറയുന്നില്ല, എല്ലാ ബജറ്റ് പുറത്തു വരാൻ പോകുന്നില്ല. ധനകാര്യ വകുപ്പ് കൂടി ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതൊരു വെല്ലുവിളിയായതുകൊണ്ടാണ് അത് ഏറ്റെടുത്തത്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തണം. ഞാൻ എപ്പോഴും പറയും, ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ വളരെ രസകരമായ ഒരു വരിയുണ്ട്. ഞാൻ പണ്ട് അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട്. ഭരണകൂടങ്ങൾ നികുതി പിരിക്കുന്നത് പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ ആയിരിക്കണം. പൂവ് അറിയരുത്, പൂവ് പോലും അറിയാതെ, ജനങ്ങളെ ദ്രോഹിക്കാതെ, ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ മെച്ചപ്പെടുത്തും. നമുക്കൊരുപാട് ലക്ഷ്യങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയൊരു പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചു. മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകമായ മന്ത്രാലയം ഇന്ത്യയിൽ ആദ്യമായി ചെയ്യുന്നതാണ്. ഒരു സമൂഹം എങ്ങനെയാണ് പരിഷ്കൃതമാണ് എന്ന് കരുതുന്നത്, ആ സമൂഹം അതിലെ മുതിർന്നവരെ എങ്ങനെ അവരോട് പെരുമാറുന്നു എന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും പരിഷ്കൃത സമൂഹമാക്കി മുതിർന്നവരെ ആദരിക്കുന്ന, അവരെ ശ്രദ്ധിക്കുന്ന, കുഞ്ഞുങ്ങളെ പോലെ ശ്രദ്ധിക്കുന്നവരാക്കി ഞങ്ങൾ മാറ്റും. ഒരു സംശയവും വേണ്ട. എന്റെ മുഖ്യ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലോട്ട് അടുത്തൊരു 5 വർഷം കൂടെ ഞങ്ങൾ അങ്ങോട്ട് തരും. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ ജനങ്ങൾ അങ്ങോട്ട് തന്നിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. അതാണ് ജനങ്ങളെ ചേർത്ത് പിടിക്കുക. അതായത് ഇവിടെ നിന്ന് എല്ലാ ആൾക്കാരും വിദേശത്തേക്ക് പോവുകയാണ്. അത് നിർത്തലാക്കി നമ്മുടെ ഇപ്പോഴത്തെ വളർന്നു വരുന്ന തലമുറകൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഇവിടെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മുഖ്യൻ പൊന്നാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിക്കും. പിന്നെ കേരളത്തിലുള്ളവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ മുഖ്യം കാണിക്കുന്ന ഒരു മനസ്സുകൂടെ, എന്താണ്, ജാതിമത ഭേദമെന്നെ, രാഷ്ട്രീയ ഭേദമെന്നെ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതെന്തായാലും ജനങ്ങൾ അംഗീകരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഈ പറയുന്ന നടന്ന ഈ പ്രോഗ്രാമിൽ നമ്മുടെ ലാലേട്ടൻ പങ്കെടുത്തിരുന്നു. ലാലേട്ടന്റെ വാക്കുകളോട് നിങ്ങളൊന്ന് കേൾക്കണം. ലാലേട്ടനും അതിമനോഹരമായി പ്രസംഗിക്കുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹവും ഈ പറയുന്ന നമ്മുടെ വി ഡി സതീശൻ സാറിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കുറെ കാര്യങ്ങൾ സജഷൻ വെക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ചുമാണ് ഇപ്പൊ ഈ വി ഡി സതീശൻ സാർ പറഞ്ഞത്, സിംഗപ്പൂരുമായിട്ട് കമ്പയർ ചെയ്യുക. അത് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്. ഇതുപോലെ അതൊന്ന് കേട്ടു നോക്കിയേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ ശ്രീ ശ്രീകുമാരൻ തമ്പി സാർ, കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയും എൻ്റെ മനസ്സിൽ ഒരു ചങ്ങാതിയുടെ സ്നേഹത്തോടെ ഇടം പിടിച്ച ആളുമായ പ്രിയപ്പെട്ട ശ്രീ വി ഡി സതീശൻ സാർ, വേദിയിലും സദസ്സിലിരിക്കുന്ന മറ്റ് മഹത് വ്യക്തികളെ, പറവൂരിലെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു സായാഹ്നം നേരുന്നു. ഇരട്ടി മധുരമുള്ള ഒരു ആഘോഷ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും. ഒരു ദേശത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഒരു നാടിൻ്റെ തന്നെ മുഖ്യനായി മാറിയ അനർഘ നിമിഷം. ഈ നിമിഷത്തെ അഭിസംബോധന ചെയ്ത് എന്ത് പറയണം എന്ന് എനിക്കൊരു കൃത്യമായ ഒരു രൂപമില്ല. എന്നാലും ഞാൻ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ അടക്കമുള്ള മലയാളികളുടെ പ്രതീക്ഷകളുടെ ഭാരം എത്രയുണ്ട് എന്ന് പ്രിയപ്പെട്ട സതീശൻ സാറിനിപ്പോൾ അറിയുന്നുണ്ടാവാം. അത്രമാത്രം പ്രതീക്ഷകളോടെയാണ് കേരളം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അവരോധിച്ചത്. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. പറവൂരിന് മാത്രമല്ല, കേരളത്തിനാകെ ഈ ഒരാളെ വേണം എന്ന് തോന്നാൻ കാരണം എന്താണ് എന്ന് ഞാൻ ആ ദിവസങ്ങളേറെ ആലോചിച്ചിട്ടുണ്ട്. സത്യസന്ധത, സുതാര്യത. ബഹുമാനപ്പെട്ട സതീശൻ സാറിന് ഇവ രണ്ടും പ്രകടമാണ്. ജീവിതത്തിൽ അങ്ങോളം മറ്റെന്തൊക്കെ കൈമോശം വന്നാലും ഇവ രണ്ടും കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഭൂമിയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ദേശത്തിൻ്റെ ഭാഗ്യവനായ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ സാർ. മഴയും പുഴകളും മലയും കാടും കടലും ഒരുപോലെ അനുഗ്രഹിച്ച ഒരിടം. കൃഷിയും വാണിജ്യവും കലയും സംസ്കാരവും പരസ്പരം ലയിച്ച നാട്. തൊഴിലിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴെല്ലാം ഈ നാടിനെയും അതിൻ്റെ അമൂല്യമായ സമ്പത്തിനെയും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. അതിൻ്റെ സാധ്യതകളെ ഫലപ്രദമായ വിധത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല
എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ചരിത്രം, സംസ്കാരം, കല, പ്രാദേശിക ഭംഗികൾ, കാലാവസ്ഥ, വാണിജ്യ വിഭവങ്ങൾ തുടങ്ങി ലോകത്തിന് പ്രിയപ്പെട്ട എത്ര കാര്യങ്ങൾ. കുരുമുളക് കൊണ്ടുപോയ വൈദേശിക ശക്തികളോട് ഞങ്ങളുടെ തിരുവാതിര ഞാറ്റുവേല നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് രാജാവിന് ഓർമ്മ വരുന്നു. അത്രമേൽ അനുഗ്രഹീതരാണ് നമ്മൾ. കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരിക്ക് മുന്നിൽ ഒരേ സമയം വെല്ലുവിളിയും സാധ്യതകളുമാണ് ഇവ. സാമാന്യത്തിലധികം വായനയും ചിന്തയുമുള്ള സതീശൻ സാറിന് ഇക്കാര്യങ്ങളെല്ലാം എന്നെക്കാൾ നന്നായിട്ട് അറിയാം എന്നെനിക്ക് ഉറപ്പുണ്ട്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായ ശ്രീ വി ഡി സതീശൻ സാർ നെഹ്റുവിനെ പോലെ വലിയൊരു ഡ്രീമർ ആവാതെ തരമില്ല. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിലൂടെ കേരളം മഴവിൽ ഭംഗിയോടെ വളരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അത്തരം ഒരു നാടിനെ സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരളം നേരിടുന്ന പല വെല്ലുവിളികളെ കുറിച്ച് മുമ്പ് ഞാൻ എൻ്റെ ബ്ലോഗുകളിൽ എഴുതിയിട്ടുണ്ട്. എന്നോട് തന്നെയുള്ള സംസാരങ്ങളായിരുന്നു ആ എഴുത്തുകൾ. ശുചിത്വം, പൗരബോധം, റോഡ് സംസ്കാരം, നിശബ്ദരായ മനുഷ്യരുടെ സഹനങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പരിസര ശുചിത്വത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. മഴയും മഞ്ഞും വെയിലും മാറി മാറി വരുമ്പോൾ എത്ര രോഗങ്ങളാണ് കേരളത്തിൽ താവളമടിക്കാറുള്ളത്. ഇതിന് പലതിനും കാരണക്കാർ നമ്മൾ തന്നെയാണ് എന്നതാണ് സത്യം. സ്വപ്നത്തിൻ്റെ പ്രാർത്ഥനയുടെ തേരിലേറിയാണ് വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. രാഷ്ട്രീയം മറന്ന്, ജാതിമത പരിഗണനകൾ മറന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി വഴിപാടുകൾ നേരുന്ന, പള്ളികളിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, എല്ലാ പ്രാർത്ഥനകളിലും പങ്കാളികളായ പതിനായിരങ്ങൾ, ഒരുപക്ഷെ എനിക്ക് വോട്ട് ചെയ്യാത്തവർ പോലും ഞാൻ ഈ സ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കുറിച്ചോർത്ത് നിങ്ങൾ ഒരിക്കലും അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കേണ്ട സ്ഥിതി ഉണ്ടാക്കില്ല എന്ന്. ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ടുകൊണ്ട് അത് ആവർത്തിക്കുന്നു. ഒരു പറവൂരുകാരനും അപമാന ഭാരത്താൽ തലകുനിച്ചു നിൽക്കേണ്ട ഒരു കാര്യവും നിങ്ങളുടെ ജനപ്രതിനിധി ചെയ്യില്ല. കേരളത്തിൽ ബഹുമാന്യനായ ശ്രീ മോഹൻലാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഓരോ വരികളും ശ്രദ്ധിക്കുകയായിരുന്നു. അത് കേരളത്തിലെ മലയാളികളുടെ മുഴുവൻ പ്രതീകമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതൊരു സ്വപ്നമാണ്. അത് കേരളത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ, അർപ്പണബോധത്തിൻ്റെ മണിക്കൂറുകളും നിമിഷങ്ങളുമായിരിക്കും ഇനി വരാനിരിക്കുന്നത്. നിങ്ങളുടെ ജനപ്രതിനിധി അധികാരത്തിൻ്റെ പത്രാസിൻ്റെ പുറകെ പോകില്ല. പാവപ്പെട്ടവനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിലുണ്ടാകുന്നത്. ഓരോ നടപടികളും പാവപ്പെട്ടവന്റെയും ഇടത്തരക്കാരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിരിക്കും. നമ്മുടെ കേരളം മനോഹരമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അതിനെ ലോകത്തിന്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നായിരിക്കും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. എന്തായാലും ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മുഖ്യന്റെ കയ്യിലിരിക്കും അടുത്ത 5 വർഷവും. ജനങ്ങൾ അതങ്ങ് തരും. ജനങ്ങൾ അങ്ങ് തന്നു കഴിഞ്ഞാൽ മുഖ്യൻ അങ്ങ് ഭരിച്ചാൽ മതി. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ജനങ്ങൾ അങ്ങ് ചേർത്ത് പിടിക്കും. പിന്നെ കള്ളക്കഥകളും എന്താ പറയുക, അവർ തോറ്റുപോയതിന്റെ ഫ്രസ്ട്രേഷനൊക്കെ കാട്ടുന്നതൊക്കെ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഇപ്പൊ അതായത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സ്വീകരണ ചടങ്ങിന്റെ ഇടയിൽ വി ഡി സതീശൻ സാറ് ഒരു ചേച്ചിയെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയ രീതിയിൽ വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അത് ഈ പറയുന്ന സതീശൻ സാറിന്റെ ടീച്ചറാണ്. അതുപോലും മനസ്സിലാക്കാതെ എന്തൊക്കെയോ അങ്ങ് വിടുക, എന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇതൊക്കെ? അല്ലാതെ എന്താ വെച്ചാൽ പുള്ളിക്കാരൻ തെറ്റ് ചെയ്യുന്നുണ്ട് ചൂണ്ടിക്കാണിക്കുക. ഇത് ചുമ്മാതെ എന്തുവാണ് ഒരാളെ ഇങ്ങനെയൊക്കെയാണ് വ്യക്തിഹത്യ ചെയ്യുന്നത്? കഷ്ടം. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളോടുള്ള ആ ഒരു ബഹുമാനവും എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇതൊക്കെ വെറും എന്താ പറയുക, ചീപ്പ് പരിപാടിയാണ്. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും